1996 ഇന്ത്യക്കൊപ്പം ആതിഥേയത്വം വഹിച്ച ലോകകപ്പിന് ശേഷം ഇതാദ്യമായാണ് ഒരു ICC ടൂർണമെന്റിന് പാകിസ്ഥാൻ വേദിയാകുന്നത്. എന്നാൽ ആ ടൂർണമെന്റിന് ഒരാഴ്ച തികയും മുമ്പ് തന്നെ പുറത്താകാനായിരുന്നു പാകിസ്ഥാന്റെ വിധി. ആദ്യ മത്സരത്തിൽ ന്യൂസിലൻഡിനോടും രണ്ടാം മത്സരത്തിൽ ഇന്ത്യയോടും തോറ്റതിന് പിന്നാലെ തന്നെ പാകിസ്ഥാന്റെ വിധി തീരുമാനിക്കപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഗ്രൂപ്പ് എയിലെ മത്സരത്തിൽ ന്യൂസിലൻഡ് ബംഗ്ലാദേശിനെ തോൽപ്പിച്ചതോടെ പാകിസ്ഥാൻ ഔദ്യോഗികമായി ടൂർണമെന്റിൽ നിന്നും പുറത്താവുകയായിരുന്നു. ഗ്രൂപ്പ് എയിലെ 2 മത്സരങ്ങളും ജയിച്ച ഇന്ത്യയും ന്യൂസിലൻഡും സെമിയിലേക്ക് മുന്നേറി. പാകിസ്ഥാൻ പുറത്തായതും ഇന്ത്യയോടും ന്യൂസിലൻഡിനോടും തോറ്റതും അവരുടെ പ്രതിഭയുടെ പ്രശ്നം മാത്രമല്ല, മറിച്ച് അടിക്കടി മറിമറിഞ്ഞ് ഘടനാപരമായ മാറ്റങ്ങൾക്ക് വിധേയരാവുന്ന പാക് ക്രിക്കറ്റ് എന്ന സിസ്റ്റത്തിന്റെ പ്രശ്നം കൂടിയാണിത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ടീമിനുണ്ടായിരുന്ന 26 വ്യത്യസ്ത സെലക്ടർമാരും 8 പരിശീലകരും 4 ക്യാപ്റ്റന്മാരുമാണ്. ഈ സ്ഥിരതയില്ലായ്മ തന്നെയാണ് പാകിസ്ഥാൻ ടീമിന്റെ മുഖമുദ്രയും. ചാമ്പ്യൻസ് ട്രോഫിയിൽ അവർ വലിയ പ്രതീക്ഷയിലായിരുന്നു. 2023 ലോകകപ്പിന് ശേഷം ഒരു വർഷം മുഴുവൻ ഏകദിനം കളിക്കാതെ ദക്ഷിണാഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും പരമ്പര വിജയങ്ങൾ നേടിയ ഒരു ടീമായിരുന്നു പാകിസ്ഥാന്റേത്. എന്നാൽ പിന്നാലെ നടന്ന ത്രിരാഷ്ട്ര പരമ്പരയിലും ചാമ്പ്യൻസ് ട്രോഫിയിലും ആ പ്രതീക്ഷകളെല്ലാം തെറ്റായിരുന്നുവെന്ന് അവർക്ക് ബോധ്യമായി. മുൻകാലങ്ങളിൽ നിന്ന് ഒരു പാഠവും അവർ പഠിച്ചില്ലെന്നത് വ്യക്തം. കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫി വിജയികളും 2021-22 T20 ലോകകപ്പുകളിൽ ഒരു തവണ ഫൈനലും ഒരു തവണ സെമി ഫൈനലും കളിച്ച ടീമാണ് പാകിസ്ഥാൻ. പക്ഷെ അതിനുശേഷം ഏകദിനത്തിലും ടെസ്റ്റിലും അവരുടെ പ്രകടനം മോശമാകുന്നതാണ് കാണുന്നത്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ച ശേഷം 5-7 അവസാന സ്ഥാനമായ 9 എന്നിങ്ങനെയായിരുന്നു പാകിസ്ഥാന്റെ ഫിനിഷ്. 2019-2023 ലോകകപ്പുകളിൽ സെമിയിൽ എത്താൻ പോലും ആകാതെയാണ് അവർ പുറത്തായത്. ഇപ്പോഴത്തെ 8 ടീമുകൾ അടങ്ങിയ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഗ്രൂപ്പ് ഘട്ടം പോലും കടക്കാനാകാതെ ടീം പുറത്തായിരിക്കുന്നു. ചാമ്പ്യൻസ് ട്രോഫിക്ക് ആതിഥേയത്വം വഹിക്കുന്നതിനായി അടിസ്ഥാന സൗകര്യങ്ങൾക്കായി വൻതോതിൽ നിക്ഷേപം നടത്തിയ പാകിസ്ഥാൻ പക്ഷേ ടൂർണമെന്റിനായി യാതൊരു തയ്യാറെടുപ്പും നടത്തിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. പ്രതാപകാലവുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ പ്രതിഭകളില്ലാത്ത ടീം കൂടിയാണ് പാകിസ്ഥാൻ. എക്കാലവും തങ്ങളുടെ പ്രസ് ബൗളർമാരെ ആശ്രയിക്കുന്നതായിരുന്നു പാക് ടീമിന്റെ രീതി. എങ്കിലും വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ലോകത്തിലെ മറ്റു ടീമുകളിലെ താരങ്ങൾക്ക് തുല്യരായ ഏതാനും ബാറ്റർമാരെങ്കിലും പാകിസ്ഥാൻ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അവരുടെ ഏറ്റവും മികച്ച ബാറ്റർ എന്ന് വിലയിരുത്തപ്പെടുന്ന ബാബർ അസം ഫോമിന്റെ കാര്യത്തിൽ ഇപ്പോൾ എത്രയോ പിന്നിലാണ്. ക്രീസിലെത്തുമ്പോൾ എതിർ ടീമിൽ ഭയം ജനിപ്പിക്കുന്ന ഒരു ബാറ്റർ പോലും ഇപ്പോൾ പാക് ടീമിൽ ഇല്ല എന്നത് സത്യമാണ്. പാക് ക്രിക്കറ്റിന്റെ സുവർണകാലത്ത് പേസ് ത്രയത്തിന്റെ ഭാഗമായിരുന്ന അക്യൂബ് ജാവേദ് നിലവിലെ പാകിസ്ഥാന്റെ പരിശീലകൻ. 2024 മധ്യത്തിൽ ശ്രീലങ്കയുടെ ബൗളിംഗ് പരിശീലകനായിരുന്നു. പിന്നീട് പാകിസ്ഥാന്റെ സെലക്ടറായും 5 ആഴ്ചയ്ക്കുള്ളിൽ നവംബറിൽ മുഖ്യ പരിശീലകനാവുകയും ചെയ്തു. രസകരമായ കാര്യം, പരിശീലകനായി ഇരുന്നുകൊണ്ട് തന്നെ സെലക്ഷൻ കമ്മിറ്റിയിലെ സ്ഥാനം അക്യൂബ് നിലനിർത്തി എന്നതാണ്. ചാമ്പ്യൻസ് ട്രോഫിക്കായി ടീമിൽ തുടർച്ച വേണമെന്ന് സമ്മർദ്ദം ചെലുത്തിയിട്ടും അക്യൂബും അമ്പയർ അലീം ധാർ, സ്റ്റാറ്റസ് അനലിസ്റ്റ് ഹസൻ ചീമ ഒപ്പം 3 ബ്യൂറോക്രാറ്റുകളും അടങ്ങിയ സെലക്ഷൻ പാനൽ അവസാന നിമിഷം ടീമിൽ മാറ്റങ്ങൾ വരുത്തി. ഒരു കാലത്ത് ഏതൊരു ടീമിനെയും വെല്ലുവിളിക്കാൻ പോകുന്ന പാക് ടീം ഇന്ന് കളിക്കളത്തിൽ പൊരുതാൻ പോലും ആകാതെ മടങ്ങുന്ന കാഴ്ച ആരാധകർക്ക് വേദനയുമാണ്.